അവയെ വിളിച്ചപ്പോൾ ആ പക്ഷികൾ ജീവനോടെ പാറി വന്നില്ലേ? ഇബ്രാഹിം നബിയില്ലേ? ഉണ്ട്. കടലിൽ വടി കൊണ്ടടിച്ചപ്പോൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകൊണ്ട് മൂസാ നബിയുടെ വടി കടലിൽ കൊണ്ടടിച്ചപ്പോൾ കടൽ പിളർന്നില്ലേ? ഉണങ്ങിയ വഴിത്താര ഉണ്ടായില്ലേ? ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ ആ ഉണങ്ങിയ വഴിത്താരയുടെ നടുവിലൂടെ, രണ്ട് വെള്ളത്തിന്റെ തിണ്ണകൾക്ക് നടുവിലൂടെ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് യാത്ര ചെയ്തില്ലേ? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പനപ്രകാരം, പടച്ചവന്റെ കൽപ്പനപ്രകാരം പാറയിലടിച്ചപ്പോൾ 12 പുഴകളല്ലേ പൊട്ടിയൊഴുകിയത്? അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെപ്പോലെ വണ്ടിയിൽ, ബസ്സിൽ, ഓട്ടോറിക്ഷയിൽ, കാറിൽ പോകുന്നതിന് പകരം കാറ്റിലല്ലേ സഞ്ചരിച്ചത്? 1 മാസത്തെ വഴി ദൂരം എന്ന് പറയുമ്പോഴേക്ക് എത്തിച്ചേർന്നില്ലേ? ഉണ്ട്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ബൽക്കീസിന്റെ സിംഹാസനം കണ്ണിമ വെട്ടി തുറക്കുന്ന നേരം കൊണ്ട് കൊണ്ടുവന്ന ആളില്ലേ? മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പശുവിന്റെ മാംസക്കഷ്ണം അടിച്ചപ്പോൾ, മൂസാ നബി അടിച്ചപ്പോൾ, ആ മരിച്ചുപോയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ആരാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞില്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അതാ സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരുടനെ കാഴ്ച കൊടുക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. മരിച്ചു കിടക്കുന്ന ലാസറിന്റെ ശവക്കല്ലറക്കരികിൽ ചെന്ന് ബൈബിൾ പറയുന്നു, ലാസറിന്റെ ശവക്കല്ലറക്കരികിൽ ചെന്ന് ലാസറെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ കബർ പൊട്ടിപ്പിളന്ന് ലാസർ എഴുന്നേറ്റ് വരുന്നു. ഖുർആൻ പറയുന്നു, വഹീൽ മൗതാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഈ വലിയ 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 കറാമത്തുകൾ, മുഅ്ജിസത്തുകൾ ഇതൊക്കെ ഖുർആനിലുള്ളതാണ്, അല്ലാഹു പഠിപ്പിച്ചതാണ്. കെട്ടുകഥകളല്ല, കേട്ടുകേൾവികളല്ല. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊക്കെ ബന്ധമുണ്ടായിട്ട് ഒരിക്കലെങ്കിലും ഒരു ഇസ്തിഗാസ, ഒരു സമയത്തെങ്കിലും ഒരൊറ്റ ഇസ്തിഗാസ നടത്തിയോ സഹോദരങ്ങളെ? ഇല്ല. എന്തേ? കൊൽ, നബിയെ താങ്കൾ ജനങ്ങളോട് പറയണം. സൂറത്തു ജിന്ന് 20-ാമത്തെ ആയത്ത്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടേ ദുആ ചെയ്യൂ, വലാ ഉശ്രിക്കു, ഞാൻ ശിർക്ക് ചെയ്യില്ല, പടച്ചവനിൽ പങ്കു ചേർക്കില്ല. ഉറപ്പാ. ഇത് പറയാനേൽപ്പിച്ചു. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയില്ലേ? പറയും. അതിനെതിരായി ചെയ്യോ? ഇല്ല. അതുകൊണ്ടാണ് ഇസ്തിഗാസ ചെയ്യാഞ്ഞത്. വളരെ വിഷമകരമായ ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ഇരട്ടി ശത്രുക്കൾ അവിടെ നിൽക്കുമ്പോഴും ആ ബദറിന്റെ താഴ്വരയിൽ കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് അഹിൽ ഉസാബത് ലം തുഅബദ് ബഅദ്, അല്ലാഹുമ്മ അത്തിനി മാ വഅത്തനി, അല്ലാഹുമ്മ അൻജിസ്നി മാ വഅത്തനി. അല്ലാഹുവേ, വാഗ്ദാനം പാലിക്കണേ, കരാറ് പൂർത്തീകരിക്കണേ. ഈ കൊച്ചു സംഘം നശിച്ചാൽ ഇനി നിന്നെ മാത്രം ആരാധിക്കുവാൻ ആരുമുണ്ടാവില്ല റബ്ബേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥനയല്ലേ? ആണ്. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത് സൂറത്തു അൻഫാൽ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. പ്രാർത്ഥന ഇസ്തിഗാസയാണ്. നമ്മുടെ ഉസ്താദുമാർ നമ്മളോട് പറയുന്നു, ഞങ്ങളാരാ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നല്ലേ ഉള്ളൂ. മിനിഞ്ഞാന്ന് തെയ്യാലയിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറുമായി പരിചയപ്പെട്ടു. നമ്മുടെ ആശയം പറഞ്ഞപ്പോൾ, ഞങ്ങളാരാ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? ഇസ്തിഗാസ ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇസ്തിഗാസയെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ആ പയ്യൻ പറയുകയാണ്, ഞാൻ അല്ലാഹു അല്ലാത്ത ആരോട് ഇസ്തിഗാസ ചെയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ പടച്ചവൻ പറയുന്നു ഈ പ്രാർത്ഥനയെപ്പറ്റി, ഇസ്തിഗാസ പ്രാർത്ഥന ഇസ്തിഗാസയാണ്, ഇസ്തിഗാസ പ്രാർത്ഥനയാണ് അല്ലേ? പ്രാർത്ഥിച്ചു, ഇസ്തിഗാസ ചെയ്തു. ആരോട്? റബ്ബുൽ ഇസ്സത്തിനോട്. എന്തുകൊണ്ട് അല്ലാഹുവോട് മാത്രം ഇത്ര വിഷമകരമായ ഘട്ടത്തിൽ, നിർണായകമായ സന്നിഗ്ധ ഘട്ടത്തിൽ സഹായത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയല്ലേ ഇസ്തിഗാസ? എന്തുകൊണ്ടങ്ങനെയായി? ശിർക്കാണ്. എന്താ ശിർക്ക് ചെയ്താൽ? സൂറത്തു ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത്, ലളുൽമുൻ അലീം, അപകടമാണ്, മഹാ അക്രമമാണ്. എല്ലാം പടച്ചോൻ തരിക. ഒരു മൊട്ടുസൂചി പോലും വേറെ ആരും തരുന്നില്ല, ഒരു തരി മണ്ണ് പോലും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും, ഒരിറ്റു വായു പോലും, സമയമായി പറയണേ, ഒരു മൊട്ടുസൂചി പോലും, ഒരു തരി മണ്ണ് പോലും, ഒരു തുള്ളി വെള്ളം പോലും, ഒരിറ്റു വായു പോലും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടോ നന്ദി കാണിക്കുന്നത് ഗുരുവായൂരപ്പനോട്, ശ്രീരാമനോട്, മൊഹിദ്ദീൻ ശേഖനോട്. നന്ദിയാണോ സഹോദരങ്ങളെ? ന്യായമാണോ അത്? ആണോ? ആരിവിടെ എന്താക്കിയതാ ഈ കണ്ടു കാണപ്പെട്ട ലോകത്തെ മുഴുവൻ നോക്കൂ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും
കൃമികളെയും കീടങ്ങളെയും പ്രാണികളെയും ഉണ്ടാക്കിയത് ആരാണ്? പടച്ചോനല്ലേ. അതുകൊണ്ട് അത് ഏറ്റവും വലിയ അക്രമമാണ്. പിന്നെന്താ പ്രശ്നം? ശിർക്ക് പടച്ചോൻ പൊറുക്കൂല. സൂറത്തുൻ നിസാ 48 116 ആയത്തുകൾ. ലാ യഗ്ഫിറു പൊറുക്കൂല. പടച്ചോൻ മാപ്പാക്കൂല, മാപ്പ് കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ കുഴപ്പം? സ്വർഗം നിഷിദ്ധമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. മാഇദ 72 ആയത്ത്. സ്വർഗം നിഷിദ്ധമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പമോ അല്ലാതെയോ പടച്ചവനല്ലാത്ത ഏതെങ്കിലും ഒരാളോട്, ഏതെങ്കിലും ഒരു ജിന്നിനോട്, മലക്കിനോട്, വ്യക്തിയോട്, ശക്തിയോട്, മണ്ഡപത്തോട്, ശ്രീകോവിലിനോട്, അൽത്താരയോട്, ബിംബത്തോട്, ജാറത്തോട് ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ സ്വർഗം എന്നേക്കുമായി നിഷിദ്ധം. കോടി പാപങ്ങൾ, ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു പോയാലും ശരി, ശിർക്ക് ഇല്ല എങ്കിൽ, പടച്ചവനിൽ പങ്കുചേർത്തിട്ടില്ല എങ്കിൽ എത്ര തന്നെ ശിക്ഷ നരകത്തിൽ അനുഭവിച്ചാലും അവന്റെ അനുഗ്രഹം കൊണ്ട് നരകത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നരകത്തിൽ ശിക്ഷ അനുഭവിച്ചില്ലെങ്കിലും ശരി, സ്വർഗത്തിൽ അയാൾ ഒരു ദിവസം എത്തിച്ചേരും. ഇത് പറയാനാണ് മുജാഹിദുകൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രക്ഷപ്പെടണം. ഈ ഭയാനകമായ ശിർക്കിനെ കുറിച്ചാണോ വിചിന്തനത്തിന്റെ സഹോദരങ്ങളെ ഞങ്ങളെ മേൽ ആരോപിക്കുന്നത്? ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോപിച്ചോളൂ, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ചെയ്യാതെ ശിർക്കിന്റെ അംശം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. നാളത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ആർക്കാണ് ഹിദായത്ത്, സന്മാർഗം നഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ശബാബുകാര് പറഞ്ഞില്ലേ, അമ്മയുടെ കൈ അനന്തതയിലേക്ക് നീളുന്നതാണെന്ന് പറഞ്ഞില്ലേ. ജിന്നും മനുഷ്യനും മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിചിന്തനം പറഞ്ഞില്ലേ. മനുഷ്യന്റെ മനസ്സിലുള്ളത് ബാക്കിയുള്ളവരും അറിയുമെന്ന് പറഞ്ഞില്ലേ. അബോധികമായി മനുഷ്യനെ സഹായിക്കാനും ശിക്ഷിക്കുവാനും കഴിവ് പടച്ചോനും മാത്രമേ ഉള്ളൂ എന്ന് 1000 കൊല്ലങ്ങളായി മനുഷ്യൻ, വിശ്വാസികൾ വിശ്വസിച്ചു വന്നു. ഇപ്പോഴിതാ ജിന്നും മലക്കും അബൗദികമായി എന്ന് പറയുന്നില്ലേ. ആ പറയുന്ന ആളുകളെ പറ്റിയല്ലേ എന്തെങ്കിലും ആരോപണം? അല്ല, പച്ചയായി സത്യം തന്നെ ശിർക്കിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടത്. നമ്മൾ എന്ത് പിഴച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഭയാനകമായ ശിർക്ക്, ജമാഅത്തുകാർ നമ്മളോട് പറയുന്നു, വോട്ട് ചെയ്യൽ ശിർക്ക്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ശിർക്ക്. കുറെ കാലം പറഞ്ഞു നടന്നു, തിരുത്തിയോ? ഇല്ല. ഇപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ മാപ്പ് പറയണ്ടേ? തക്ഫീർ, കാഫറാക്കുന്ന ഏർപ്പാട്. ശിർക്ക് ചെയ്ത കാഫറായില്ലേ? അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നത് ശിർക്ക്. ശിർക്ക് അവൻ പൊറുക്കൂല. ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. ലയഹബത്തന്ന അമലുക, സൂറത്ത് സുമർ 65 ആയത്ത്. എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും. ലബുർഹാനലഹു, സൂറത്ത് മുഅ്മിനൂൻ 117 ആയത്ത്. തെളിവില്ല. പടച്ചവനെ ആരാധിക്കുവാൻ തെളിവുണ്ട്, പടച്ചവനോട് പ്രാർത്ഥിക്കുവാൻ തെളിവുണ്ട്, പടച്ചവനോട് ദുആ ഇരക്കുവാൻ തെളിവുണ്ട്. പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥന ഖുർആനിലില്ല, ഇസ്തിഗാസ ഖുർആനിലില്ല. നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപെടലും ആവശ്യമായ എല്ലാ ദിക്റുകളും ദുആകളുമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെ ആവശ്യമായത് എല്ലാം അല്ലാഹുവോടാണ്. ഒന്നുപോലും അല്ലാഹുവല്ലാത്തവരോടില്ല. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, ഐക്കല്ലുകൾ, ഉറുക്കുകൾ, ഏലസുകൾ കെട്ടുന്ന, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും സമ്പൂർണമായി രക്ഷപ്പെടണം. 2, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണം. ലോക്യം പറയാറില്ലേ, ചായ കൊടുക്കാറില്ലേ, ബിരിയാണി കൊടുക്കാറില്ലേ? ആ കാര്യങ്ങൾ ശരിക്കും പറയണം. ആരായാലും മര്യാദയോടുകൂടി പറയണം. ദേഷ്യം പിടിച്ചുകൊണ്ടല്ല, ഞാൻ നല്ലോണം അങ്ങ് പറഞ്ഞു എന്ന് പറയിക്കാൻ വേണ്ടിയല്ല, ശാന്തമായി സൗമനസ്യത്തോടുകൂടി പറയണം. എന്നിട്ട് ലോകത്തിന്റെ മുഴുവൻ രക്ഷാമാർഗമായി, രക്ഷയുടെ വിളക്കായി നമ്മൾ ഓരോരുത്തരും മാറണം. മാതാപിതാക്കളെ, മക്കളെ, കുട്ടുകുടുംബാദികളെ 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി ഭാര്യാഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ നിസ്കരിക്കുന്ന സംവിധാനമുണ്ടാകണം. നമ്മുടെ ഓരോ കുടുംബത്തിലും ഒരു പണ്ഡിതൻ ഉണ്ടാകണം. ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കി കൊടുക്കുന്ന, സലഫുസ് സാലിഹിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന പണ്ഡിതൻ ഉണ്ടാകണം. ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.
നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും അല്ലാഹുവേ ബർക്കത്ത് നൽകുമാറാകണം. അവിവാഹിതകളായി വിധവകളായി വിവാഹമോചിതകളായി സമൂഹത്തിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഇണതുണകളെ ഉണ്ടാക്കുവാൻ അല്ലാഹുവേ തൗഫീഖ് നൽകുമാറാകണം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലാഹുവേ മക്കളെ കൊടുക്കുമാറാകണം. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുവാനും സംഭരിക്കുവാനും ചെലവഴിക്കുവാനും തൗഫീഖ് നൽകണം നാഥ. ഈ കൂട്ടായ്മയെ ഈ സംഘശക്തിയെ അല്ലാഹുവേ നീ വിജയിപ്പിക്കുമാറാകണം. ജനഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ ശബ്ദങ്ങൾ എത്തിക്കുവാൻ അല്ലാഹുവേ തൗഫീഖ് നൽകുമാറാകണം. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി ഈ സമ്മേളനം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വടുതലയിലെ നല്ല മനസ്സുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ആലപ്പുഴ മുജാഹിദ് ജില്ലാ ദഅ്വാ സമ്മേളനം ഏറ്റവും സമ്പന്നമായ രീതിയിൽ പ്രൗഢമായ വിഷയങ്ങളുമായി, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകളിലായി തൊട്ടടുത്ത ജില്ലയായ എറണാകുളം ജില്ലയിൽ ഗംഭീരമായ രീതിയിൽ തന്നെ ജില്ലാ സമ്മേളനം സമാപിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും 2 ദിവസവും 1 ദിവസവുമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിലെ മറ്റു ജില്ലകൾ തയ്യാറായി നിൽക്കുകയാണ്. എന്തിനാണ് ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് സമ്മേളനം എന്ന വാക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ മത രംഗങ്ങളിൽ ഏതൊക്കെ സംഘടനകളുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാവരും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അവർ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യമല്ല മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ കലർപ്പില്ലാതെ മാനവരാശിക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു മാധ്യമം എന്ന നിലക്കാണ് ഈ സമ്മേളനങ്ങളെയെല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്തും പരലോകത്തും വിജയം വേണമെന്ന് കൊതിക്കുന്നവരാണ്. എന്താണ് വിജയം? ഒരുപാട് അർത്ഥങ്ങൾ, നിർവചനങ്ങൾ അതിനുണ്ട്. ഒരു വിദ്യാർത്ഥിയോട് വിജയം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കാണ് അവന്റെ മുമ്പിൽ വിജയം. ഒരു രാഷ്ട്രീയക്കാരനോട് വിജയത്തിന്റെ അർത്ഥം ചോദിച്ചാൽ ഇലക്ഷനിൽ ലഭിക്കുന്ന ആ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മുമ്പിലുള്ള വിജയം. ഒരു ബിസിനസ്സുകാരന്റെ മുമ്പിലുള്ള വിജയം ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ്. എന്നാൽ ഇവിടെ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. ഈ കച്ചവടക്കാരനും അധ്യാപകനും വിദ്യാർത്ഥിയും മണമുള്ളവനും പണമില്ലാത്തവനുമൊക്കെ ഏത് സന്ദർഭത്തിലാണ് ഈ ലോകത്തോട് വിട പറയുക എന്ന് നമുക്ക് അറിയുകയില്ല. നന്നായി പഠിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ ഏത് സമയത്താണ് അള്ളാഹു തിരിച്ചു വിളിക്കുക, അവൻ നേടിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവന് ജോലി കണ്ടെത്തുവാൻ കഴിയുമോ, അതിനവൻ ബാക്കിയുണ്ടാകുമോ, അള്ളാഹു അഅലം, അറിയുകയില്ല. സുന്ദരമായ വീടുണ്ടാക്കി താമസമാക്കാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പു പറയാൻ നിർവാഹമില്ല. എത്രയെത്ര വീടുകളാണ് പണി തീർന്ന്
ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം അതിന്റെ കുടുംബനാഥൻ മരണപ്പെട്ടു പോയ എത്രയെത്ര കുടുംബങ്ങളുണ്ട്. അവർക്കതിൽ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ഉറപ്പ് പറയാൻ നമുക്കാർക്കും നിർവാഹമില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാത്മാവിനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്ന ആ സന്ദർഭം, ആ മരണത്തോടുകൂടി ജീവിതമെല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ സമ്മേളനത്തിന്റെ ആവശ്യമില്ല, പള്ളിയുടെ ആവശ്യമില്ല, മദ്രസയുടെയും അറബി കോളേജിന്റെയും മറ്റു സ്ഥാപനങ്ങളുടെയും ആവശ്യം നമുക്കുണ്ടായിരുന്നില്ല. മറിച്ച് മരണശേഷമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ആരംഭിക്കുന്നത്. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ആ പരലോകത്താണ് നമുക്ക് എന്നെന്നും ജീവിക്കാനുള്ളത്. മരണമില്ലാത്ത ലോകം അവിടെയാണ്. ഇവിടെ നന്മ ചെയ്ത ആളുകൾക്ക് അവിടെ സ്വർഗവും തിന്മ ചെയ്ത ആളുകൾക്ക് നരകവും അവിടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയം? ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് പരലോകത്തിൽ വെച്ചുകൊണ്ടാണ്. അവിടെ ആ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ചവൻ എന്നാണ്. അതല്ലാതെ ഈ ലോകത്ത് സമ്പത്തുണ്ടായതുകൊണ്ട് വിജയമായില്ല, ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ ഉടമയായതുകൊണ്ട് വിജയമായില്ല. ഇവിടെ 24 മണിക്കൂറും നമ്മുടെ പടം ഇവിടെയുള്ള ആധുനിക മീഡിയകളിൽ മിന്നി മറഞ്ഞതുകൊണ്ടോ ലോകം മുഴുവൻ നമ്മളെ കേട്ടിരുന്നതുകൊണ്ടോ ഈ ലോകത്തെ ഭരിക്കുന്നതും നയിക്കുന്നതും ഞാനാണെന്ന് പറഞ്ഞതുകൊണ്ടോ പത്രമാധ്യമങ്ങളിൽ നമ്മുടെ പടവും മറ്റു സംഗതികളും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടോ ഒരിക്കലും തന്നെ നമ്മൾ വിജയികളാകുന്നില്ല. നാളെ പരലോകത്ത് വിജയിക്കാൻ, ആ സ്വർഗത്തിൽ പോകാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിജയം ഭരിച്ചവൻ എന്നതാണ്. സഹോദരങ്ങളെ, ആ വിജയം ഭരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ഒരാളിൽ നിർബന്ധമായും സമ്മേളിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് കരകളഞ്ഞ വിശ്വാസമാണ്. ആ വിശ്വാസം, ഞാൻ ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ ഈ കസേരകളിൽ ഇരിക്കുന്നവരും അകലെ നിന്ന് ശ്രവിക്കുന്നവരും സ്വന്തത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ അതിന് അനിവാര്യമാണെങ്കിൽ, ഈ 4 കാര്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിലൊന്ന് കരകളഞ്ഞ വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസം. ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം അല്ലാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവുകയില്ല. അവൻ ഏകനാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് പൂർണ്ണമാവുകയില്ല. അവനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ വിശ്വസിച്ചത് കൊണ്ടോ ആ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. മറിച്ച് ഏതൊരു ഘട്ടത്തിലും ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ ഉലൂഹിയത്തിലുള്ള ഏകത്വം ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. അതെ, കറകളഞ്ഞ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. ഈ മാങ്കാര്യങ്ങളിൽ എണ്ണിപ്പറഞ്ഞ ഓരോ വിശ്വാസങ്ങളിലും കൃത്യമായ ധാരണയുണ്ടാകണം. ഈ ലോകം നശ്വരമാണ്, പരലോകമാണ് ഏറ്റവും പ്രധാനം എന്ന ഓർമ്മയും അതിന് തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിചാരം നമുക്കുണ്ടാകണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസം കൈമുതലായി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു മേഖലയിലെ ഒരു കടമ്പ നമ്മൾ കടന്നു പോകുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക സഹോദരങ്ങളെ, ആ യഥാർത്ഥ കറകളഞ്ഞ വിശ്വാസം, ആ തൗഹീദിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ആഖിറത്തിലുള്ള വിശ്വാസം നമുക്ക് കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതേപോലെ രണ്ടാമത്തത് എന്താ? വിശ്വാസകന്റെ മനസ്സിലുണ്ട്, അതൊന്നും ഞാൻ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രവാചകനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും വന്ന മുഴുവൻ കാര്യങ്ങളും അത് ഫറലായി പഠിപ്പിച്ചത് ഫറലായിക്കൊണ്ടും സുന്നത്തായി പഠിപ്പിച്ചത് സുന്നത്തായിക്കൊണ്ടും നമ്മൾ നിർവഹിക്കണം. അതിൽ 5 വക്ത നമസ്കാരം വരും. സഹോദരങ്ങളെ, കേട്ടു നിൽക്കുന്ന സുഹൃത്തുക്കളെ, ആ 5 വക്ത നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? അതുപോലെ തന്നെ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നിസാബ് പരിഗണിച്ച് സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? അതുപോലെ ഹജ്ജ്, അതുപോലെ തന്നെ നോമ്പ്, അതിന്റെയൊക്കെ സന്ദർഭങ്ങളും സമയങ്ങളും വരുമ്പോൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന സാഹചര്യം നമുക്കുണ്ടോ?
വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ദിക്റുകളും ദുആകളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന രീതി, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സ്വഭാവം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതിനാണ് നല്ല പ്രവർത്തനങ്ങൾ അഥവാ അമലുസ് സാലിഹാത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, ഈ മേഖലകൾ ഉണ്ടാകണം. ഇന്ന് സുബഹി നമസ്കരിക്കാൻ, നമുക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ടോ? ഹയ്യാലസ് സ്വലാത്ത് ഹയ്യാലുൽ ഫലാഹ് എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോൾ അവിടെ ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ശരി, രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടെണ്ണം മാത്രം മതിയോ? ഇത് രണ്ടുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല, മൂന്നാമത്തത് കൂടി വേണം. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഏതാണ് ആ മൂന്നാമത്തത്? ഞാൻ വിശ്വസിക്കുന്ന ഈ വിശ്വാസം, ഈ പ്രപഞ്ചത്തിൽ സട്ടാവുണ്ട് എന്ന വിശ്വാസം, അവനേകനാണെന്ന വിശ്വാസം, ഒരു പരലോകമുണ്ടെന്ന വിശ്വാസം, അവിടെ സ്വർഗവും നരകമുണ്ടോ എന്ന വിശ്വാസം, ആ നരകം ഈ ഭൂമി ലോകത്തുള്ള ആ കത്തിയാളുന്ന തീയിന്റെ 70 ഇരട്ടിയോളം വരും, അവിടെയുള്ള നരകാഗ്നി എന്നുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസം. അതേപോലെ തന്നെ അതിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിർവഹിക്കുന്ന ഓരോ അമലുസ് സാലിഹാത്തുകൾ, ഇതെത്താത്ത ഒരുപാട് ആളുകളുണ്ട്. എന്റെ അയൽവാസിയുണ്ട്, എന്റെ വീട്ടിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, എന്റെ വീട്ടിൽ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, എന്റെ അയൽപ്പക്കത്തുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ഇതിനെ ഭീകരവാദമായി, തീവ്രവാദമായി, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥമായി, മുസ്ലിങ്ങളുടെ മാത്രം മതമായി മനസ്സിലാക്കി വെച്ച ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് എന്നിൽ നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് മൂന്നാമത്തെ ബാധ്യത. അഥവാ ഈ സത്യം, നാം ഉൾക്കൊണ്ടിരിക്കുന്ന ഹക്ക് പരസ്പരം ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുക, അത് ഉപദേശിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബാധ്യതയാണ്. സഹോദരങ്ങളെ, ഈ രംഗത്ത് നാം എവിടെ നിൽക്കുന്നുവെന്ന് ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ള ഓരോരുത്തരും ഒന്ന് സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുക. ഈ നന്മ കൽപ്പിക്കുവാൻ, ഈ തിന്മകൾ വിരോധിക്കുവാൻ നമ്മൾ എവിടെയാണ് സമയം കാണുന്നത്? ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്നവനാണ്, ഞാൻ കൃഷിക്കാരനാണ്, എനിക്കിതിനൊന്നും സമയമില്ല എന്നാരും വിചാരിക്കാൻ പാടില്ല. അവനവന് പടച്ചതമ്പുരാൻ എന്താണോ നൽകിയിരിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശരി, മൂന്നാമത്തേത് അതാണ്. മൂന്നാമത്തതും മാത്രം പോരാ, നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ആ നാലാമത്തെ കാര്യം എന്താണ്? ഈ വിഷയങ്ങളുമായി, ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കുടുംബരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, വ്യക്തിതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ജോലി രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും. അതിനേക്കാളും അധികം പ്രബോധന മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ ആളുകൾക്ക് കണ്ണിലുണ്ണിയായിരുന്നു, അൽ അമീനായിരുന്നു. എന്നാൽ ഈ തൗഹീദ് വിളിച്ചു പറഞ്ഞപ്പോൾ, ഈ ഹക്ക് ജനങ്ങളോട് മാലോകരെ വിളിച്ചുകൊണ്ട് അറിയിച്ചപ്പോൾ അന്ന് മുതൽ പ്രവാചകൻ കള്ളവാദിയായി മാറി, മാരണക്കാരനായി മാറി, കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കിയവനായി മാറി, സമൂഹത്തെ കുഴപ്പത്തിലാക്കിയവനായി മാറി. എന്തേ അത് പറയാൻ കാരണം? ഇതൊന്നും പ്രവാചകൻ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് സത്യം സത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോഴെന്താ ഒരു പ്രബോധകൻ ചെയ്യേണ്ടത്? എന്താണ് അപ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ടത്? അവിടെ ക്ഷമിക്കുവാൻ കഴിയണം. ആ ക്ഷമ പരസ്പരം ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയണം. എന്ത് വില കൊടുത്തും ഞാൻ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും, ഈ ദീൻ പ്രബോധനം ചെയ്തുകൊണ്ട് എന്റെ മരണം വരെയുള്ള ആയുസ് ഞാനതിനു വേണ്ടി ഉപയോഗിക്കും. ആ രംഗത്ത് ആര് തന്നെ തടസ്സം നിന്നാലും, എന്റെ പിതാവാകട്ടെ, എന്റെ മാതാവാകട്ടെ, എന്റെ നാട്ടുകാരാകട്ടെ, എന്റെ മറ്റുള്ള ആളുകളാകട്ടെ, ആരായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യം സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഏത് സാഹചര്യങ്ങൾ തടസ്സമായാലും എനിക്കതൊരു വിഷയവുമല്ല എന്ന രൂപത്തിൽ സഹനത്തോടുകൂടി, ക്ഷമയോടുകൂടി ആ രംഗത്ത് ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട്. പ്രബോധന രംഗം എന്ന് പറയുന്നത് ചുവന്ന പരവതാനി വിരിച്ച്, പച്ചപ്പരവതാനി വിരിച്ച് വളരെ സ്മൂത്തായി യാതൊരു പ്രയാസവുമില്ല നടന്നു പോകാവുന്ന ഒരു വഴിയാണ് എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. അത് മുള്ളുകൾ വിതറിയ വഴിയാണ്, കല്ലും മുള്ളും അതുപോലെയുള്ള പ്രയാസങ്ങളുമുള്ള വഴിയാണ്. ആ വഴിയിലൂടെ താണ്ടി കാലിൽ മുറിവേറ്റ് ആ രക്തവുമായി പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതെ, ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ സഹോദരങ്ങളെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഞാൻ എന്റെ വകയായി പറയുകയല്ല, ഞാൻ ഓതിവെച്ച ആ സൂറത്തിന്റെ അർത്ഥം മാത്രമേ ഞാൻ വിശദീകരിച്ചിട്ടുള്ളൂ. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. കേൾക്കുമ്പോൾ പേടിയാകും, മൊത്തത്തിലാണ് പ്രയോഗം. മനുഷ്യർ നഷ്ടത്തിലാകുന്നു. സ്വാഭാവികമായും നമ്മൾ ചെവി കൂർപ്പിച്ചു പിടിച്ചു ചോദിക്കും, ആരൊക്കെ? എല്ലാവരും നഷ്ടത്തിലോ?
അള്ളാഹു പറയുന്നു 4 വിഭാഗം ഒഴിച്ച്. ആരാണ് ആ 4 വിഭാഗം? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, വതവാസോ ബിൽ ഹഖ്, സത്യം പരസ്പരം ഉപദേശിച്ചവർ, വതവാസോ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ. അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ദിക്റും ദുആവുമായി നമ്മൾ നമ്മുടെ വീട്ടിലും പള്ളിയിലും അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. നാം ഉൾക്കൊണ്ട ഈ സത്യമാണെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമ്മുടെ കുടുംബങ്ങളോട് പറയണം, അയൽവാസികളോട് പറയണം, നാട്ടുകാരോട് പറയണം. അതല്ലേ നമ്മുടെ സ്നേഹം. ഇതാ ഈ വടുതലങ്ങാടിയിൽ നമ്മൾ ബസ് കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ അതാ ഒരു ബൈക്ക് പോകുന്നു. ആ ബൈക്കിൽ യാത്ര ചെയ്യുന്നവൻ അതിന്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹത്തെ നമ്മൾ തിരിച്ചു വിളിക്കും, അതാ നിങ്ങൾ സ്റ്റാൻഡ് തട്ടാതെയാണ് പോകുന്നതെന്ന് പറയും. എന്തേ പറയാൻ കാരണം? അടുത്ത വളവിൽ പോയി ആ സഹോദരൻ വീഴുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്നാ സുഹൃത്തുക്കളെ, നരകാഗ്നിയിലേക്ക് അടുത്തു പോകുന്ന ശിർക്കും ബിദ്അത്തും ആ ദൈവങ്ങൾക്കും അതുപോലെ തന്നെ ഖബറുകൾക്കും മുൻപിൽ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. മദ്യത്തിനടിമപ്പെട്ട ആളുകളുണ്ട്, വ്യഭിചാരം ശീലമാക്കിയ ആളുകളുണ്ട്, സാമ്പത്തിക മോഹത്തിന് വേണ്ടി രക്തബന്ധങ്ങൾ പോലും മറുത്തുമാറ്റുകയും പിതാവിനെ പോലും കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ ഈ തിന്മകളിൽ നിന്ന് സമൂഹത്തെ തിരിച്ചു വിളിക്കാൻ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാരത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, നിങ്ങൾക്ക് വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളുടെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ ഒരു കച്ചവടം ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം, മാത്രവുമല്ല ആ മാർഗത്തിൽ നിങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടണം, ജിഹാദിന് വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങണം. എന്താണ് ഈ പ്രബോധന മേഖലയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മൊത്തത്തിലാണ് ആ പേര് പറയുന്നത്. അതെ, വീട്ടിലടങ്ങിയിരിക്കുകയല്ല. എന്താണോ പണ്ഡിതനാണോ അയാൾ ആ പാണ്ഡിത്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. പണക്കാരനാണോ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കാശ് അതിനു വേണ്ടി ചെലവഴിക്കണം. ഒരു സംഘാടന കഴിവുള്ളയാളാണോ ആ സംഘാടന ശേഷി ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അതല്ല ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് IT മേഖലയിൽ വിവരമുള്ളയാളാണോ ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകണം. അതല്ല മറ്റെന്തെങ്കിലും ശാരീരികമായ കായികമായ രൂപത്തിലാണോ ഇതിനെ സഹായിക്കാൻ കഴിയുക ആ മേഖലയിൽ നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. ഇനി നമുക്കൊന്നിനും കഴിയില്ല, അധികം വിവരവും നമുക്കില്ല എങ്കിലോ ഈ പ്രസംഗിച്ച CD-കൾ, ഈ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണം, വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആളുകളെ പോയി ക്ഷണിക്കണം. ഇതിനാർക്കാണ് സാധിക്കാത്തത്? അതിനാരും മഹാപണ്ഡിതന്മാരാകേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഈ ദീനിന്റെ ദഅവത്തിൽ നമ്മൾ ഭാഗവാക്കാകണം. സഹോദരങ്ങളെ, അപ്പൊ ഈ ദഅവത്ത് നടത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും അനിവാര്യമായ ബാധ്യതയാണ്. ആ ബാധ്യത എങ്ങനെ നിർവഹിക്കണം? എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം മതിയോ? ആ ഉൾക്കൊണ്ട കാര്യം ജീവിച്ചതിൽ പകർത്തിയാൽ മതിയോ? പോരാ. അത് പറഞ്ഞാൽ മതിയോ? അതും പോരാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ചേരുകയും വേണം. അഥവാ ഈ സത്യം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ആ സത്യം ഉൾക്കൊണ്ട ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ, ഒരു സംഘം ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ആ സത്യം ഉൾക്കൊണ്ടവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അറിയിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് സംഘടിതമായ പ്രബോധന പ്രവർത്തനം ആവശ്യമാണോ വേണ്ടേ എന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ സമയത്ത് ബഹുമാന്യനായ പണ്ഡിതൻ നാസിറുദ്ദീൻ അൽബാനിയുടെ മുമ്പിൽ ഒരു ചോദ്യം വരികയുണ്ടായി. ഈ സംഘടനാ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി കൃത്യമായി ഞാൻ ഈ ഓതിവെച്ച ആയത്താണ് ആദ്യമായി അദ്ദേഹം ഉന്നയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ ചോദ്യവും മറുപടിയും മാത്രം ഞാൻ അതിന്റെ പരിഭാഷ മാത്രം ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താ ചോദ്യം? ഓരോ സലഫി യുവാവിനും തന്റെ സലഫി ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നത് സംഘടനയിലൂടെ തന്നെയാകൽ അനിവാര്യമാണോ? അതല്ല സലഫി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റക്ക് ദഅവത്ത് ചെയ്യൽ അനുവദനീയമാകുമോ? എന്താ മറുപടി? അള്ളാഹു പറയുന്നു, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകുക, അഥവാ കൂനൂ മഅസ്സാദിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ സഹായം സംഘത്തോടൊപ്പമാണ്. യദുല്ലാഹി മഅൽ ജമാഅ, നിങ്ങൾ സംഘടിതമായി നിലകൊള്ളുക.
ആടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടവനെയാണ് ചെന്നായ തിന്നുക. ഈ 3 പ്രമാണങ്ങൾ എടുത്തു വെച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, മതപരമായ തെളിവുകളിലെ പരിജ്ഞാനത്തിലൂടെയും അനുഭവത്തിലൂടെയും നമ്മൾ പരിചയിച്ചറിഞ്ഞിട്ടുള്ളത് ചോദ്യത്തിൽ വന്നതുപോലെ സലഫി ആദർശക്കാരാണെന്ന് പറയുകയും സംഘടനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തനിച്ചാണ് ദഅവത്ത് നടത്തുന്നതെന്നും പറയുന്നവരോടൊക്കെ അന്ത്യം ദഅവത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകലാണ്. ഇത് നാം അനുഭവത്തിലൂടെ അറിഞ്ഞതാണ്. കാരണം അല്ലാഹു തന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിന്റെ സഹോദരനെ കൊണ്ട് നിനക്ക് നാം ശക്തി പകരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു വ്യക്തി മാത്രമായ മുസ്ലിം എന്താണ് പറയുക? അവൻ ആരുടെയും പിൻബലവും സഹായവും ആവശ്യമില്ലേ? നിസ്സംശയം സഹായം ആവശ്യമുണ്ട് എന്ന് തന്നെയായിരിക്കും മറുപടി. അതിനാൽ ആ സലഫി യുവാവിനും തന്റെ നാട്ടിലുള്ള സലഫി സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കലാണ് കരണീയമായിട്ടുള്ളത്. വിശിഷ്യ തന്റെയും അവരുടെയും ദഅവത്ത് ഒന്നാകുന്നിടത്തോളം. കാരണം മുമ്പ് പറഞ്ഞ ആയത്തുകൾ സൂചിപ്പിക്കുന്ന പോലെ അതിൽ അവനും അവർക്കും ശക്തി പകരലുണ്ട്. എന്നാൽ സംഘടനയിൽ നിന്ന് അകന്നു തന്നെ നിൽക്കാൻ തീരുമാനിച്ചുറച്ചാൽ സംശയമില്ല ചെന്നായക്കൾ അവനെ പിടിച്ചു തിന്നും. നടയെ സൂചിപ്പിച്ച ഹദീസിലുള്ളതുപോലെ അതായത് മറ്റു സംഘടനകൾ അവനെ ഏറ്റെടുക്കുകയും അവരിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അത് മുഖേന നേർരേഖയിൽ നിന്നും അവൻ വ്യതിചലിച്ചു പോകും. ചിലപ്പോഴത് അവൻ അറിയുന്നു പോലും ഉണ്ടാവുകയില്ല. അവസാനമായി ഞാനൊന്ന് പറയട്ടെ, അള്ളാഹു പറയുന്നു, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുക. തന്റെ ജൽപ്പിത ദഅവത്തിൽ തനിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്നവർ നിസ്സംശയം വ്യക്തമായ നഷ്ടത്തിൽ തന്നെയാണ്. ഇത് ബഹുമാനായ നാസിറുദ്ദീൻ അൽബാനി ആ സന്ദർഭത്തിൽ 10 വർഷം മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഒരു വിവാദമുണ്ടായപ്പോൾ നൽകിയ മറുപടിയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ഇവിടെ വായിച്ചത്? സഹോദരങ്ങളെ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം? നമുക്ക് ഓരോരുത്തർക്കും പരലോകത്ത് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ദീൻ ആളുകളോട് പറയണം. അത് പറയേണ്ടത് ഓരോ നാട്ടിലും ആ ഒരേ സത്യം അഹ്ലുസുന്നയുടെ ആ സലഫിയത്തിന്റെ യഥാർത്ഥ ആദർശമുള്ള ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവർ പരസ്പരം ശൂറ കൂടി പരസ്പരം സഹകരിച്ച് ഒരു സഫായി നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ടാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളോട് ഉപദേശിക്കുന്നത്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കുന്നത്. ആ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ 100 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ആ പ്രവർത്തനങ്ങൾ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ ഉണ്ടായത്. അത് വിദ്യാർത്ഥികൾക്കിടയിൽ നൽകുന്നതിന് വേണ്ടിയാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഉണ്ടായത്. അത് സ്ത്രീകൾക്കിടയിൽ പ്രബോധനം നടത്തുവാനാണ് MGM ഉണ്ടായത്. അങ്ങനെ ഈ സംഘടനകൾക്കൊക്കെ മതപരമായ വിഷയങ്ങളിൽ തർക്കങ്ങൾ വന്നാൽ, മതപരമായ വിഷയങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ, ആ കൺഫ്യൂഷനുകൾ വന്നാൽ അത് പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പണ്ഡിതന്മാരുടെ KJU എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത്. സഹോദരങ്ങളെ, 100 നൂറ്റാണ്ട് കാലം മുമ്പ് ആദ്യം പണ്ഡിതന്മാർ രൂപപ്പെട്ടു 921 കാലഘട്ടങ്ങളിൽ. പിന്നീട് പ്രവർത്തനങ്ങൾ സജീവമായപ്പോൾ ബഹുജനങ്ങൾക്ക് വേണ്ടി KNM രൂപീകരിക്കപ്പെട്ടു. പിന്നീട് യുവാക്കൾക്ക് ISM ഉണ്ടായി, വിദ്യാർത്ഥികൾക്ക് MSM ഉണ്ടായി. അങ്ങനെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ കേരള ജനതയെ ചികിത്സിക്കാൻ പാടില്ല, അതുപോലെ വിദ്യാഭ്യാസം പാടില്ല, മദ്രസയിൽ ആളുകളെ പറഞ്ഞേക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു 100,000 പഴച്ച ചിന്താഗതികൾ ഉണ്ടായിരുന്ന ഈ മുസ്ലിം സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ഇന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ സംവിധാനങ്ങളിലൂടെയുള്ള നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെയാണ് 100 നൂറ്റാണ്ട് കാലമായി കേരളത്തിന്റെ മുഖം തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിൽ മറ്റു 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. UP-യിൽ പോയി നോക്കൂ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി നോക്കൂ, ഈ ഉണർവ് അവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ മുസ്ലിങ്ങളില്ലാത്തത് കൊണ്ടാണോ? കേരളത്തിനേക്കാളും മുസ്ലിമീങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അവിടെയൊന്നും ഈ രൂപത്തിലുള്ള തൗഹീദിന്റെ മുന്നേറ്റം എന്തുകൊണ്ടുണ്ടായില്ല? ബിദ്അത്തുകളോടുള്ള ഈ വിരോധം എന്തുകൊണ്ടുണ്ടായില്ല? സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്ന രീതി എന്തുകൊണ്ടുണ്ടായില്ല? അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഈ ഇസ്ലാമികമായ ഒരു നവജാഗരണം എന്തുകൊണ്ടുണ്ടായില്ല? അത് ഈ രൂപത്തിൽ ഒരു സംഘടിതമായ പ്രബോധന പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് ആ മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ന് കാണുന്ന ജീർണതയും ഇന്ന് കാണുന്ന തീവ്രവാദ പ്രവണതകളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ അൽഹംദുലില്ലാ ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇവിടെ മുന്നോട്ട് പോയി. ആയിരക്കണക്കിന് പള്ളികളുണ്ടായി, മദ്രസകളുണ്ടായി, അറബിക് കോളേജുകളുണ്ടായി, എല്ലാം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത് ശൈത്താനിന് ഏറ്റവും പ്രയാസമുള്ള
പിശാചിന് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവന്റെ അജണ്ടകൾക്ക് എതിരാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചില പണ്ഡിതന്മാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഓരോ കാലഘട്ടത്തിലും പിശാച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ ഇതിൽ നിന്ന് പോയവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പോയവരാണ്. അതുപോലെ തന്നെ ചേകനൂർ മൗലവി ഇതിൽ നിന്ന് പോയവരാണ്. അങ്ങനെ ഓരോരുത്തരും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം 10 വർഷം മുമ്പ് മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പോയി. സഹോദരങ്ങളെ, എന്തേ കാരണം? അവർക്ക് ഈ ആദർശവും ഈ നിലപാടും അനുസരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോഴെന്താ സംഭവിച്ചത്? നമുക്കറിയാം, ആ സമസ്തയിലെ ആളുകൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയപ്പോൾ ഒരിക്കലും തന്നെ ആ പണ്ഡിതന്മാരുടെ കൂടെ നമ്മുടെ നേതാക്കന്മാർ ഒരിക്കലും പോയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇതിൽ നിന്ന് പോയപ്പോൾ ആ മതരാഷ്ട്രവാദം ന്യായീകരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ അവരെ പറക പോയിട്ടില്ല. അതുപോലെ തന്നെ ചേകനൂർ മൗലവി പോയപ്പോൾ ആ ചേകനൂർ മൗലവിയുടെ കൂടെ ഹദീസ് നിഷേധം പറയാൻ നമ്മുടെ പണ്ഡിതന്മാർ പോയിട്ടില്ല. മടവൂർ വിഭാഗം, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ വിഭാഗങ്ങൾ വന്നപ്പോഴും. എന്നാൽ 10 വർഷം മുമ്പ് മടവൂർ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഏതാനും മാസങ്ങൾ, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ നേതൃത്വത്തിലുള്ള ചിലർക്ക് തന്നെ തോന്നി അവരുടെ ആദർശത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നി. അവരുടെ ആദർശത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നി. അങ്ങനെ അവരുമായി വ്യംഗ്യമായ രഹസ്യമായ ചർച്ചകളും ബന്ധങ്ങളും നടക്കാൻ തുടങ്ങി. ചില ആളുകളുടെ മസ്ലഹത്തുകളിലൂടെ, മധ്യസ്ഥ വഹിക്കലിലൂടെ ഐക്യത്തിനുള്ള ഫോർമുലകൾ രൂപപ്പെട്ടു. എന്താണ് ഐക്യത്തിന്റെ ഫോർമുല? അവരിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മുടെ എക്സിക്യൂട്ടീവിൽ എടുക്കുക, അവരിൽ നിന്ന് ചില ആളുകളെ ഭാരവാഹികളാക്കുക. അങ്ങനെ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നത് പോലെ ലയിക്കുവാനുള്ള ഒരു ഫോർമുലയുമായി ഇതിനിടയിൽ ചില ആളുകൾ കടന്നു വന്നു. അതിനെന്തേ കാരണം? മടവൂർ വിഭാഗത്തിന്റെ ആദർശം തന്നെയുള്ള ചില ആളുകൾ അനുയായികളിലല്ല, നേതാക്കന്മാരിൽ തന്നെ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. മുജാഹിദുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഈ കഴിഞ്ഞ 10 വർഷം ഏതൊരു കാര്യത്തിനാണോ അവരുമായി നമ്മൾ വിട്ടുനിന്നത് ആ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്ന് തീരുമാനമെടുത്ത പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് തീരുമാനമെടുത്ത 18 തീരുമാനങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തത് മൻഹജുസ് സലഫ് അംഗീകരിക്കണമെന്നാണ്. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം സലഫുകളുടെ മാർഗത്തിലാകണമെന്നതാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ചാണ്, പ്രബോധനത്തിന്റെ രീതിശാസ്ത്രത്തെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ രഹസ്യമായ വളണ്ടിയർ കോർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനമാണ്. അങ്ങനെ 18 തീരുമാനങ്ങൾ എടുത്ത് പണ്ഡിത സഭ തിരിഞ്ഞപ്പോൾ ഇതിന്റെ വിപരീതമായ പേര് വെക്കാതെ 180 പേജുള്ള മറ്റൊരു നീലപുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അത് നാട് മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തത് കാരണത്താലാണ് അന്ന് 35 പേർക്കെതിരിൽ നടപടിയെടുക്കേണ്ടി വന്നത്. അപ്പോഴാണ് മടവൂരിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വന്നുകൊണ്ട് ഞങ്ങൾ KNM-നെ പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങളാണ് KNM എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായത്. അങ്ങനെയാണ് 10 വർഷം മുമ്പ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായത്. അന്നു മുതൽ അവര് പറഞ്ഞു ഞങ്ങളെ കൂടെയാണ് ആളുകൾ. പക്ഷേ കൃത്യമായി നമുക്കറിയാം, എറണാകുളത്ത് നടന്ന തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന് പറയുന്ന സമ്മേളനം, നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന ക്യാമ്പയിൻ, ചങ്ങനംകുളത്ത് നടന്ന സമ്മേളനം, ഇതോരോന്നും നടന്നു. സാൽവേഷനുകൾ നടന്നു, സമ്പന്നമായ തഴവത്തുകൾ നടന്നു, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന ക്യാമ്പയിന് നടന്നു, മണ്ഡലം സമ്മേളനങ്ങൾ നടന്നു, നാഥനെ അറിയുക നാളെയുടെ രക്ഷയ്ക്ക് എന്ന പേരിൽ MSM-ന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനങ്ങൾ നടന്നു. ഓരോ പ്രബോധന പ്രവർത്തനവും സജീവമായപ്പോൾ കേരളത്തിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു, എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞു. ഈ വിഭാഗം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരും ഇതിൽ നിന്നൊരു വിഭാഗവും ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് വീണ്ടും ഈ വിവാദങ്ങൾ കൊണ്ടുവരികയും അതിന് ജിന്നും സിഗറും ഒരു കാരണമാക്കി അവർ സമൂഹത്തിലേക്ക് വരികയും ആ വിഷയത്തിൽ മടവൂർ വിഭാഗത്തിന്റെ അഖിലാനി സ്വഭാവത്തോടു കൂടിയുള്ള വിശദീകരണങ്ങൾ നമ്മുടെ ചില നേതൃത്വത്തിലുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നൊരവസ്ഥ വരികയും എന്നിട്ട് അവരിലേക്ക് ലയിക്കാൻ പോവാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് പാടില്ല, അത് ശരിയല്ല എന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ യുവജന വിഭാഗമായ ISM-ഉം വിദ്യാർത്ഥി വിഭാഗമായ MSM-ഉം കൃത്യമായി പറഞ്ഞു. എന്തേ കാരണം? സംഘടനയെ അന്ധമായി പൂജിക്കുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. സംഘടനാ പൂജ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ആദർശത്തിന്റെ മുകളിൽ പറക്കാൻ ചിറകുള്ള ഒരു സംഘടന ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല. പ്രമാണത്തിന് അനുകൂലമായി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം അംഗീകരിക്കും. പ്രമാണത്തിന് വിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തീരുമാനം ശരിയല്ലെന്ന് പറയും. അതാണ് കഴിഞ്ഞ ഇതിന്റെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നോടെന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, മടവൂർ വിഭാഗം പിരിഞ്ഞു പോയപ്പോൾ ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം വിശദീകരിക്കാൻ നിങ്ങൾ രംഗത്തുണ്ടായിരുന്നുവല്ലോ, നിങ്ങളത് പറഞ്ഞിരുന്നുവല്ലോ,
KNM-നെ അംഗീകരിക്കണം, KJU-നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ സന്ദർഭത്തിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ജംഇയ്യത്തുൽ ഉലമയെ ഇറക്കിയ, അവരുടെ പേരിൽ ഇറക്കിയ ആ പുസ്തകം നിങ്ങൾ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് വിശദീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പോൾ നേതൃത്വത്തിൽ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ഈ മാനദണ്ഡമാണ്. നേരത്തെ അംഗീകരിച്ചത് എന്തിന്റെ പേരിലാ? അത് സത്യമായതിന്റെ പേരിലാണ്. ആ എടുത്ത തീരുമാനങ്ങൾ പ്രമാണത്തോട് യോജിച്ചതുകൊണ്ടാണ്, മൻഹജുസ് സലഫ് യോജിച്ചതുകൊണ്ടാണ്, ഖുർആൻ വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രം യോജിച്ചതുകൊണ്ടാണ്. അതിനെതിരായിട്ട് ഈ വിഭാഗം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഹക്കിന്റെ മാർഗത്തിൽ നിന്നതും അതിനുവേണ്ടി പോരാടിയതും അത് വിശദീകരിച്ചതും. എന്നാൽ ഇപ്പോൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പല സംഗതികൾക്കും വിരുദ്ധമായതും പണ്ഡിതന്മാരുടെ ഫത്വകൾ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ടും ഉണ്ടാക്കിയ KJU-വിന്റെ പേരിൽ ചില ആളുകൾ എഴുതിയുണ്ടാക്കിയ സുതാര്യതയില്ലാത്ത ഒരു പുസ്തകമാണ് KJU-വിന്റെ പേരിൽ ഇവിടെ ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തകരാറുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് 38 പണ്ഡിതന്മാർ ഒരു കത്ത് കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അത് സ്വീകരിക്കുന്നതിന് പകരം അത് കൊണ്ടുപോയി കൊടുത്തയാളെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അതിൽ നിലപാടുകൾ എടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് കത്ത് ഒപ്പിട്ടില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞപ്പോൾ ഒപ്പിട്ട് 100ഓളം പണ്ഡിതന്മാർ വീണ്ടും ആ കത്ത് കൊടുത്തപ്പോൾ അതും പരിഗണിക്കുന്നില്ല. ഈ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ മീറ്റിംഗുകൾ വിളിച്ചപ്പോൾ നമ്മൾ ആ കാര്യം തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങളിൽ തകരാറുണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു. അവരെ കൂടി വിളിച്ച് ആ തകരാറുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതല്ല, അവർ പറയുന്നത് അവർക്കാണ് തകരാറ് പറ്റിയതെങ്കിൽ അവർക്കത് തിരുത്തി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇല്ലാത്ത ഒരു വിഷയമുണ്ടാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കുകയും ഘടകങ്ങളെ പിരിച്ചുവിടുകയും അങ്ങനെ ഈ സംഘടനയിൽ കലാപമുണ്ടാക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് അവിടെ അന്നുള്ള യോഗങ്ങളിൽ ISM-ഉം MSM-ഉം ഉത്തരവാദപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരുമെല്ലാം അവരുടെ മുമ്പിൽ അറിയിക്കുകയുണ്ടായി. പക്ഷേ അത് അവർ അംഗീകരിച്ചില്ല. അവർക്ക് ആവശ്യം ചില ആളുകളോടുള്ള വിരോധവും ചില സംഗതികളും ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്ത ചില ദുരാരോപണങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ഈ സംഘടനയെ പിളർത്തുവന്ന രീതിയാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി എന്താ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച തന്നെ നമുക്കിടയിലുണ്ടായി എന്ന് ബഹുമാനായ TP തന്നെയാണ് ആ യാഥാസ്ഥിക വിഭാഗത്തിന്റെ സത്യധാര എന്ന് പറയുന്ന ഒരു മാസികക്ക് അഭിമുഖം കൊടുത്തത്. എന്റെ ശബ്ദത്തിന്റെ പരിധിയിലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയോടുകൂടി ഇതാ ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഇവർ മലക്കുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നൊക്കെ വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് തെറ്റിദ്ധാരണപൂർവ്വം മാറി നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ, കാരണവന്മാരുണ്ടെങ്കിൽ അവരോടൊരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ പരിപാടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക, ആ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ച ഇതിന്റെ ഉള്ളിലുണ്ടായി. അതാണ് ഇതിനുള്ളിലുണ്ടായ പ്രശ്നം എന്ന് TP ആണല്ലോ പറഞ്ഞത്. അത് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഈ മാസികക്ക് അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതാരാണ് പറഞ്ഞത്? അതെവിടെയാണ് എഴുതിയത്? ഇന്നുവരെ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ഒരു പണ്ഡിതനും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ശിർക്കാരോപിച്ച് ആ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് സത്യസന്ധതയുള്ള പ്രമാണത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് സംഘടനാ വിരോധമാണോ? അത് നേതൃത്വത്തോടുള്ള ധിക്കാരമാണോ? അല്ല എന്നാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നത്. മഹാനായ KM മൗലവിയാണല്ലോ ഇതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ്. KM മൗലവി ഒന്നാമത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ട് കടന്നു വന്ന ആ സമയത്തുണ്ടായ അതിന്റെ ആ മിനിറ്റ്സ് ഇപ്പോഴും നമുക്ക് അൽമനാറിൽ വായിക്കാൻ കഴിയും. KNM രൂപീകരിച്ച കാലഘട്ടത്തിൽ എന്താണ് ഈ സംഘടനയുടെ നയം എന്ന് കൃത്യമായി അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ അതിലെഴുതിയത്? പ്രതിജ്ഞാവാചകത്തിൽ എഴുതിയത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഈ സംഘടനയിൽ അംഗത്വം നേടാവുന്നതാണ്. അവരിതിന്റെ സംഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ഖുർആനിനും സുന്നത്തിനും എതിരായി നേതൃത്വം പറയാത്തിടത്തോളം കാലം അതിനെ അംഗീകരിക്കേണ്ടതാണ്. ഇതാണ് ആ മിനിറ്റ്സിലുള്ളത്. അപ്പോൾ ഖുർആനിനോടും സുന്നത്തിനോടും 100% യോജിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ യോജിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങളും അതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമ്പോൾ വിയോജിക്കുകയും ചെയ്യുക എന്നതാണ് കേരള നദുവത്തുൽ മുജാഹിദീന്റെ യഥാർത്ഥ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാദഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഉലുൽ അംറിനെ, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കണം. എന്നാൽ ഫഇൻ തനാദഅതും ഫീ ശൈഇൻ
ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ. എന്നാൽ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലോ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ മടക്കേണ്ടത്. അവിടെ ഉലുൽ അംറിലേക്ക് മടക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്താണ് പ്രമാണങ്ങളിലുള്ളത്? എങ്ങനെയാണ് അതിന്റെ സലഫുകൾ മനസ്സിലാക്കിയത്? അത് ഉൾക്കൊള്ളുക, അവിടെ നിൽക്കുക, അതിനനുസരിച്ച് സംഘടനയും സംവിധാനവും പറയുന്നുവെങ്കിൽ മാത്രം അനുസരിക്കുക. ഇതാണ് KM മൗലവി പഠിപ്പിച്ച KNM, ഇതാണ് EK മൗലവി പഠിപ്പിച്ച KNM, ഇതാണ് മൊയ്തു മൗലവി പഠിപ്പിച്ച KNM, ഇതാണ് മഹാനായ ഉമർ മൗലവി പഠിപ്പിച്ച കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. ആ ആദ്യകാല പണ്ഡിതന്മാർ വരച്ചുവെച്ച ആ ഹൃദുവായ സലഫിയത്തിന്റെ പാത കൈവിടാതെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഇന്നും മുജാഹിദുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെറ്റർപോഡും സീലും കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെ ആളുകളെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിലച്ചുപോകുമെന്നാണ് പലരും വിചാരിച്ചത്. എന്ത് സംഭവിച്ചു? ഇല്ല. ആ ലെറ്റർപോഡും സീലും സംഘടനയും കൈപ്പിടിയിൽ ഒതുക്കിയാലും ഇവിടെ ദഅവത്ത് നടക്കും. ISMന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ശാന്തമായി സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ സംസ്ഥാന സംഗമം ആ മീനങ്ങാടിയിൽ വളരെ ഗംഭീരമായ രീതിയിൽ നടന്നു. വിജ്ഞാന വേദികൾ നടക്കുന്നു, QSLSകൾ നടക്കുന്നു, അതിന്റെ വിവിധങ്ങളായ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൗൺസിൽ നടക്കുന്നു, അതിന്റെ എക്സിക്യൂട്ടീവ് നടക്കുന്നു, എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ MSMന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് വെച്ച് നടന്ന പ്രോസ്കോൺ, ഹൈസെക്കുകൾ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനങ്ങൾ, ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന പ്രോസ്കോൺ ഈ തെക്ക് ഭാഗത്ത് അധികം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേരോട്ടമില്ലാത്ത പത്തനംതിട്ട ജില്ലയിലാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും പ്രവർത്തനവും അതിന്റെ പിന്നിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം സജീവമാണ്, യുവാക്കളുടെ പ്രവർത്തനം സജീവമാണ്, അതുപോലെ തന്നെ ഇതിലുള്ള മുതിർന്ന ആളുകളുടെ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ്. ഏത് വിഭാഗത്തോടും ഗംഭീരമായ രീതിയിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാൻ, ഖണ്ഡന പ്രസംഗത്തിൽ ഏർപ്പെടാൻ, മുഖാമുഖങ്ങളിൽ ഏർപ്പെടാൻ 125ഓളം മുഖാമുഖങ്ങളാണ് ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നു കഴിഞ്ഞത്. അത് യാഥാസ്ഥിക വിഭാഗങ്ങളോട് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഹദീസ് നിഷേധികളോട് നടന്നിട്ടുണ്ട്, ഇവിടെ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കിയ വിഭാഗത്തോട് നടന്നിട്ടുണ്ട്. എന്തേ കാരണം? ഹക്ക് കയ്യിലുള്ള പണ്ഡിതന്മാർ ഇതാ ധീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ജില്ലാ സമ്മേളനങ്ങൾ, ഇതൊരു കേവലം സമ്മേളനമല്ല, ഇതിന്റെ ഭാഗമായി ദഅവാ സ്ക്വാഡുകൾ നടക്കുന്നുണ്ട്, ഇതിന്റെ ഭാഗമായി മണ്ഡലം സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, ഇതിന്റെ ഭാഗമായി ആളുകളില്ലാത്ത ഈ പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടില്ലാത്ത, തൗഹീദ് എത്തിയിട്ടില്ലാത്ത പുതിയ പ്രദേശങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ സമാപനമായി കൊണ്ടാണ് ജില്ലാ സമ്മേളനം. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ ഓരോ ജില്ലയിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പിരിച്ചുവിട്ടത് കൊണ്ട് പിരിഞ്ഞു പോകുന്ന രീതിയല്ല, അത് പൂർവാധികം സജീവമാവുകയേ ചെയ്യുകയുള്ളൂവെന്നാണ്. അപ്പോഴും ചില ആളുകൾ പറയും, എന്നാലും പിരിച്ചുവിട്ടാൽ പിരിഞ്ഞു പോയില്ലേ? അതിന് പിരിച്ചുവിടുന്നവർക്ക് മതപരമായും ഭരണഘടനാപരമായും നിലനിൽപ്പ് വേണം. അതിവിടെ ഉണ്ടായിട്ടില്ല, അതുണ്ടായിട്ടില്ല. മതപരമായി ഞാൻ പറഞ്ഞു, ഇവിടെ ആരോപിച്ച ആരോപണം വസ്തുതാപരമായി ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മതപരമായ വിഷയമല്ല. പിന്നെയോ ഭരണഘടനാപരമായി KNMന്റെ ഭരണഘടനാ തത്വങ്ങൾ പാലിച്ചുകൊണ്ട്, പൂർണ്ണമായി പാലിച്ചുകൊണ്ടല്ല ISMനെയും MSMനെയും പണ്ഡിതന്മാരെയും പിരിച്ചുവിട്ടിട്ടുള്ളത്. അതും നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ ISMനെ പിരിച്ചുവിട്ടു എന്ന വിവരം അറിയുന്നത് മാധ്യമം പത്രത്തിൽ നിന്നാണ്. 10 വർഷം മുമ്പ് ISMന് നടപടിയെടുത്തപ്പോൾ അവർക്ക് പ്രത്യേകമായ കത്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മറുപടി വാങ്ങിയിട്ടുണ്ട്, അത് എക്സിക്യൂട്ടീവിൽ വെച്ചിട്ടുണ്ട്, അതിന് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങൾ. ഇതൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം. ഇനിയോ അവരെടുക്കുന്ന തീരുമാനത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല എന്നാണ് കോടതികൾ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ കേസിലാണ്. ആ കേസ് അവസാനം വന്നിരിക്കുന്ന വിധി എന്താണ്? ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് അടക്കമുള്ള 13 ആളുകൾക്ക് KNMന്റെ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ല എന്നാണ് കോഴിക്കോട് മുനിസിപ്പൽ കോടതിയുടെ വിധി. കാരണം അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ നിന്നും കൃത്യമായ രൂപത്തിലല്ല അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. KNMന്റെ ഭരണഘടനയുടെ തത്വങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.